അങ്ങനെ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും ചെന്നൈയിൽ വന്നിരിക്കുന്ന ഗൈസ്. നമ്മൾ ഹൈദരാബാദിൽ വന്നു, ബാംഗ്ലൂരിൽ വന്നു, എല്ലായിടത്തും വന്നു. എന്തുകൊണ്ട് ചെന്നൈയിൽ വന്നില്ല? യെസ്, ഫൈനലി ഹാപ്പൻഡ്. അവർ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മംഗലശ്ശേരി നീലകണ്ഠനെ കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ സാറ്റർഡേ സൺഡേ അല്ലേ, ട്രാഫിക്കും ഭയങ്കര കഷ്ടമായിരിക്കും. പിന്നെ നമുക്ക് കാലാവസ്ഥയും പ്രതികൂലമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതാണ് നമ്മുടെ നെക്സസ് വിജയ മോൾ. വടപളനിക്ക് അടുത്താണ് നമ്മുടെ മോളുള്ളത്. ഞാൻ ഈ മോളിലെ തിയേറ്റർ പോർഷനിക്ക് ഫസ്റ്റ് ഡേ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ. അവിടുത്തെ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ. പിന്നെ അവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് ഫിലിമുള്ള കാലത്ത് എങ്ങനെയായിരുന്നു സിനിമ പ്രൊജക്റ്റ് ചെയ്തിരുന്നെന്ന് കാണിക്കാനുള്ളൊരു സെറ്റപ്പ് പോലെ ഡെമോ മാതിരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സിനിമ. അപ്പോൾ ഈ ടൈറ്റിൽ കാർഡ് എന്ന് പറയുമ്പോൾ എനിക്കും ഏതൊരു മോഹൻലാൽ ഫാനിനെ പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഒരുപാട് പഴയ സിനിമകളും കണ്ടു പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ടൈറ്റിൽ കാർഡ് അല്ലേ. അങ്ങനെ ഇതാണ് നമ്മുടെ ടൈം ഫോർ രാവണപ്രഭു. നമുക്കൊരു എന്താ പറയുക, 25 വർഷം മുന്നേ റിലീസ് ചെയ്തൊരു മൂവി അതിപ്പോൾ 2025 റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. പണ്ട് മോഹൻലാൽ പറയുമ്പോൾ എന്തോ ആൾക്കാർക്ക് തന്നെ ഇഷ്ടമാണ്. അതേപോലെ 24 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആ സിനിമ പഴയ ഒരു ഹൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് പോലും നോക്കാതെ എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമ. എല്ലാവർക്കും റിലീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമാണ്. അങ്ങനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ. ഏതൊരു ഇതുപോലെ 25 വർഷം മുന്നേ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ സോങ്സും അവരുടെ സീനുകളും എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ പഴയ പോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു ഇത് വ്യത്യാസം ഇല്ലാണ്ട് നമ്മൾ അന്ന് കണ്ട സിനിമ ഇന്നും അതേ പവറിൽ ആൾക്കാർ കാണുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ റേഞ്ച് തന്നെ വേറെയാണല്ലേ. പിന്നെ ഈ സിനിമയിലത്തെ ഏറ്റവും ഫേവറേറ്റ് സീനാണ് ഇത്. എനിക്ക് എന്തോരം ഇഷ്ടമെന്ന് അറിയോ സീന് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ല എൻട്രി. അങ്ങനെ നമ്മൾ നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങി. പറഞ്ഞ പോലെ തന്നെ പുറത്ത് നല്ല മഴയായിരുന്നു. കുറച്ച് സമയമൊക്കെ നമ്മൾ പോസ്റ്റായി. പക്ഷെ നമ്മൾ കാത്തിരുന്നൊരു സിനിമ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഈ പോസ്റ്റായതൊന്നും നമുക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ മിഷൻ രാവണപ്രഭു ഈസ് സക്സസ്.